സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുകയും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാനും ശ്രദ്ധിക്കുമല്ലോ. ലോഗോസിൻ്റെ അപ്ഡേഷൻസ് വാട്സാപ്പ് ഗ്രൂപ്പ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ലിങ്കിൽ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളും വാട്സാപ്പിലും ലഭിക്കുന്നതായിരിക്കും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുക സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക, ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കുക. ഈ ഒരു വീഡിയോയുടെ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലോഗോസിന് മുഴുവൻ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100ഓളം പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ചാനലിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനായിട്ട് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 100 പരീക്ഷകളിൽ ലിങ്ക് ലഭിക്കുകയും നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചൊരുങ്ങാനും സാധിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 സാമുവേൽ അധ്യായം 5 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 12. 2 1 സാമുവേൽ അധ്യായം 5 ഏക തലക്കെട്ട് ഏത്? ഉത്തരം പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ. 3 1 സാമുവേൽ 5:1 പ്രകാരം ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തിയത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. 4 ഫിലിസ്ത്യർ എന്താണ് കൈവശപ്പെടുത്തിയത്? ഉത്തരം ദൈവത്തിന്റെ പേടകം. 5 ഫിലിസ്ത്യർ കൈവശപ്പെടുത്തിയ ദൈവത്തിന്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. 6 എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയ ദൈവത്തിന്റെ പേടകം എവിടെ സ്ഥാപിച്ചു? ഉത്തരം ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. 7 ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുമ്പിൽ മറഞ്ഞു കിടക്കുന്നത് കണ്ടത് ആര്, എപ്പോൾ? ഉത്തരം അഷ്ദോദിലെ ജനങ്ങൾ അടുത്ത ദിവസം പ്രഭാതത്തിൽ. 8 ദാഗോന്റെ ബിംബം മറഞ്ഞു കിടക്കുന്നത് കണ്ട് അഷ്ദോദിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ഉത്തരം യഥാപൂർവം സ്ഥാപിച്ചു. 9 അഷ്ദോദിലെ ജനങ്ങൾ പിറ്റേ ദിവസവും ഉണർന്നപ്പോൾ കണ്ടത് എന്ത്? ഉത്തരം ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുമ്പിൽ മറഞ്ഞു കിടക്കുന്നു. 10 പിറ്റേന്നും മറഞ്ഞു കിടക്കുന്ന ദാഗോന്റെ ബിംബത്തിൽ ദാഗോന്റെ തലയും കൈയുമറ്റ് എവിടെ കിടക്കുന്നു? ഉത്തരം വാതിൽ പടിയിൽ. 11 ദാഗോന്റെ ബിംബത്തിന്റെ എന്താണ് വാതിൽ പടിയിൽ കിടക്കുന്നത്? ഉത്തരം ദാഗോന്റെ തലയും കൈകളും. 12 തലയും കൈയുമറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്ന ഡാഷ് അവശേഷിച്ചിരുന്നു. 1 സാമുവേൽ 5:4 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഉടൽ. 13 ആരെല്ലാമാണ് അഷ്ദോദിലുള്ള ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത്? ഉത്തരം ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവർ. 14 ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയുള്ള ദാഗോന്റെ വാതിൽപ്പടിയിലാണ് ചവിട്ടാത്തത്? ഉത്തരം അഷ്ദോദിലുള്ള. 15 കർത്താവിന്റെ കരം ആർക്കെതിരെ പ്രബലമായി? ഉത്തരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ. 16 അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായത് എന്ത്? ഉത്തരം കർത്താവിന്റെ കരം. 17 കർത്താവ് അഷ്ദോദിലെ ജനങ്ങളെ എന്ത് ചെയ്തു? ഉത്തരം ഭയപ്പെടുത്തി. 18 ആരാണ് അഷ്ദോദിലെ ജനങ്ങളെ ഭയപ്പെടുത്തിയത്? ഉത്തരം കർത്താവ്. 19 കർത്താവ് കുരുക്കൾ വരുത്തി കഷ്ടപ്പെടുത്തിയത് ആരെ? ഉത്തരം അഷ്ദോദിലും പരിസരത്തുമുള്ളവരെ. 20 അഷ്ദോദിലും പരിസരത്തുമുള്ളവരെ കർത്താവ് കഷ്ടപ്പെടുത്തിയത് എങ്ങനെ? ഉത്തരം കുരുക്കൾ വരുത്തി. 21 ഇസ്രായേലിലെ ദൈവത്തിന്റെ പേടകം
നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞത് ആര്? ഉത്തരം അഷ്ദോദിലെ ജനങ്ങൾ. 22 ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരം എവിടെ പ്രബലപ്പെട്ടിരിക്കുന്നു? ഉത്തരം നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ. 23 അഷ്ദോദിൽ നിന്ന് ഇസ്രായേലുടെ ദൈവത്തിന്റെ പേടകം എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം ഗത്തിലേക്ക്. 24 ദൈവത്തിന്റെ പേടകം ഗത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു. 25 ഗത്തിൽ ആബാലവൃന്ദം ജനങ്ങൾക്കും എന്ത് സംഭവിച്ചു? ഉത്തരം കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. 26 ഗത്തിലെ ജനങ്ങളെല്ലാം കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടതിനാൽ അവർ ദൈവത്തിന്റെ പേടകം എവിടേക്കാണ് അയച്ചത്? ഉത്തരം എക്രോണിലേക്ക്. 27 ദൈവത്തിന്റെ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ എന്ത് ചെയ്തു? ഉത്തരം മുറവിളി കൂട്ടി. 28 എന്തു പറഞ്ഞാണ് എക്രോണിലെ തദ്ദേശവാസികൾ മുറവിളി കൂട്ടിയത്? നമ്മളെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 29 അവർ വീണ്ടും ആരെയാണ് വിളിച്ചു കൂട്ടിയത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ. 30 അവർ വീണ്ടും ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചു കൂട്ടി എന്താണ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേലിലൂടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക. 31 എന്ത് സംഭവിക്കാതിരിക്കാൻ ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുക എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ. 32 എന്താണ് നഗരത്തെ മുഴുവൻ ബാധിച്ചത്? ഉത്തരം സംഭ്രാന്തി. 33 സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിക്കാൻ കാരണമെന്ത്? ഉത്തരം കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നു. 34 മരിക്കാതെ അവശേഷിച്ചവർക്ക് എന്ത് ബാധിച്ചു? ഉത്തരം കുരുക്കൾ. 35 എന്താണ് ആകാശത്തിൽ ഉയർന്നത്? ഉത്തരം നഗരവാസികളുടെ നിലവിളി. 36 നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പേടകം എന്ത് ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം തിരിച്ചയക്കുക. 37 സംഭ്രാന്തി എവിടെ മുഴുവൻ ബാധിച്ചു? ഉത്തരം നഗരത്തെ മുഴുവൻ. 38 ദൈവം വരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഉത്തരം സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു. 39 എങ്ങനെ അവശേഷിച്ചവരെയാണ് കുരുക്കൾ ബാധിച്ചത്? ഉത്തരം മരിക്കാതെ. 40 നഗരവാസികളുടെ നിലവിളി എവിടേക്ക് ഉയർന്നു? ഉത്തരം ആകാശത്തിലേക്ക്.